You've been talking about patience, hoping for everlasting. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു 3D ക്യൂബ് എഫക്റ്റ് നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ക്യൂബ് എഫക്റ്റ് ഇതിന് മുമ്പേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 2-3 ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറേ ക്യൂബ് എഫക്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്യൂബ് എഫക്റ്റൊക്കെ നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ആവും. ഇത് നിങ്ങളുടെ എഡിറ്റിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യൂബ് എഫക്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം തുടങ്ങാം. അത് അധികമൊന്നും ചെയ്യാനില്ല, 2-3 എഫക്റ്റ് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ 4:5 എന്ന റേഷ്യോയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 2 ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം 1:1 ഞാൻ ഈ ഒരു ഇമേജ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കുറച്ചും കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ ഇമേജ് 1:1 ആണെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നില്ല. ഓക്കെ, എൻ്റെ ഇമേജ് 1:1 അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, എഡ് എഫക്റ്റ് പോവുക, 3Dയിൽ പോയിട്ട് ഈ ഒരു ബോക്സ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, കാരണം നമ്മൾ എപ്പോഴും നമ്മളിത് പറയുന്നതാണ്. ഓക്കെ, ശേഷം ഈ ഒരു എല്ലാ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഹൈറ്റ് നമ്മൾ ഇവിടെ 100 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം സ്കെയിൽ വന്ന് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ്റെ സ്കെയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നിങ്ങളുടെ ഫ്രെയിമിൽ സെറ്റ് ആവുന്ന രീതിയിൽ വേണം നിങ്ങളെ സ്കെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ശേഷം ഷെയ്ഡിങ് വന്ന് നമ്മൾ ഫ്ലാറ്റാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇമേജ് സ്ക്രീനിൽ ഫില്ലായിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ബോക്സിൽ നമ്മൾ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് റൊട്ടേറ്റ് ടൂളിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഞാൻ ഇതൊന്ന് ഓക്കെ വെയിറ്റ്, ആ ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ റൊട്ടേറ്റിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക ഇതുപോലെ. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിം നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ തുടങ്ങണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു 55 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 20 ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു കർവ് കോപ്പി ചെയ്യുക. ശേഷം ബാക്ക് വരിക. ആ ഒരു കർവ് തന്നെയാണ് നമ്മൾ ഫുൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ശേഷം വീണ്ടും നമ്മൾ ബോക്സിൽ വരാം, ഓറിയൻറ്റേഷനിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെക്കൻഡ് അതായത് എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം. ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതി സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 94 ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, ഒരു -25 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നോക്കിയതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിൽ ബാക്ക് വരാം. ശേഷം ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ വാല്യൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻക്രീസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ശേഷം വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാ
ആ ഒരു ഷാഡോ എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ടുള്ള ഒരു കാര്യമാണ്. ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ഫ്രെയിമിനനുസരിച്ച് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ വാല്യൂ. ഇതും നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ആ ഒരു ഷേഡോ കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതിന് ഒപ്പിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് അറിയണം. ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അത് ആ ഒരു റൊട്ടേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു റൊട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഒരു 2 ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, ശേഷം ഈ ഒരു താഴെയുള്ള 2 ലെയറിൻ്റെ സൂം ഔട്ട് ചെയ്യുക. കുറച്ച് സൂം ഔട്ട് ചെയ്തിട്ട് 2 സൈഡിലേക്കായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സൂം ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട പൊസിഷനിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം അടുത്ത ആ ഒരു ലെയർ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ 2 ലെയർ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ലെയറും, അതായത് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത 2 ചെറിയൊരു ക്യൂബ് രണ്ടും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളിതാ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് സെൻറ്ററിൽ നിന്ന് ആ ഒരു ഫോട്ടോത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. കർവ് കോപ്പി ചെയ്യുക. അതുപോലെ നമ്മൾ അടുത്തയിലും നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഒരു റൊട്ടേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു 2 ക്യൂബും കൂടി മൂവായിട്ട് വരുന്ന രീതിയിൽ. ഇനി നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജിന് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മളിവിടെ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്കൊരു ഈ ഒരു രീതിയിൽ കളറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 2 ചെറിയ ഗ്രൂപ്പ്, അതായത് സൈഡിലെ 2 ചെറിയ ക്യൂബ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഈ ഒരു സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മളതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് കൊടുക്കാം. ഓക്കെ, ശേഷം അത് കോപ്പി ചെയ്യുക. നമ്മൾ അടുത്ത ലെയറിലും വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു സാച്ചുറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വലിയ ബോക്സിൽ ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു ഇമേജിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ബോക്സിനും കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി കളറിങ് ആയിട്ട് കിട്ടും, കുറച്ചൊരു ഡാർക്ക് കളറായിട്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിൽ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. എൻഡിൽ വന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ശേഷം നമ്മളിതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചെറിയൊരു എക്സ്പ്ലോഷൻ ആൻഡ് ഗാമ എഫക്റ്റ് ആണ്. അതായത് ആ ഒരു 2 ക്യൂബ് 2 സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഒന്ന് ഫ്ലിക്ക് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ എക്സ്പ്ലോഷറിൽ വന്ന് നേരത്തെ ആഡ് ചെയ്തപോലെ 2 കീ ഫ്രെയിം ഫസ്റ്റ് വെൻറ്റിലായിട്ട് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ച് നിങ്ങൾക്ക് അധികമൊന്നും വേണ്ട, ബോറാവാത്ത രീതിയിൽ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഗ്രാഫ് ഒന്ന് ബേസ് ചെയ്യാം. അപ്പോൾ നോക്കിയതാ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അത്. ഓക്കെ, കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് അവിടെ ഒരു ചെറുതായിട്ട് നമുക്കൊരു ഫ്ലിക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് പല എഫക്റ്റും, അതായത് പല രീതിയിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഒരു ക്യൂബ് എഫക്റ്റിന് തന്നെ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്യൂബിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കുറേ പേര് പറഞ്ഞു കുറച്ചുകൂടി ക്യൂബ് എഫക്റ്റ് ചെയ്യും, നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ചുകൂടി എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ക്യൂബ് എഫക്റ്റ് തന്നെ 2-3 വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് അടിപൊളി വീഡിയോസ് തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് കറൻറ്റ്ലി ഇപ്പം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ MV4 സ്റ്റാറ്റസ് വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നല്ല ബഡാസ് ആയിട്ടുള്ള എഡിറ്റിലൊക്കെ നല്ല അടിപൊളി എഫക്റ്റൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.